ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില സമയത്തൊക്കെ ഇങ്ങനെ ഈ തലയ്ക്കകത്തൂടെ ഇങ്ങനെ ഒത്തിരി തോട്ട്സ് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, വളരെ സീരിയസ് ആയിട്ട്. ചിലപ്പം പഠിത്തമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, ഇല്ലെങ്കിൽ നാളെ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കാം, ചിലപ്പോൾ അടങ്ങി ഒതുങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കാം. ഒരു നൂറ് കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ തലയ്ക്കകത്തൂടെ ഇങ്ങനെ ഓടി നടക്കും, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യും, ശ്രദ്ധ തെറ്റിക്കും. ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഇപ്പം നാളെ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച്. പക്ഷേ ആയിരം ചിന്തകൾ തലയിലോട്ട് ഓടിക്കൊണ്ട് വരികയാണ്. ഒന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇതന്നെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഓർത്ത് അത് പിന്നെയും കൺഫ്യൂഷനായി ടെൻഷനാവും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ അനുഭവിക്കുന്നതെന്ന് തോന്നുന്നല്ലേ. ഒന്നിലും ഒരു സ്ഥിരത കിട്ടുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലയ്ക്കകത്ത് ഒരു 100 പേര് ഇരിക്കുന്ന പോലെ കുറേ അഭിപ്രായങ്ങൾ. ഇപ്പം നാളെ ഒരു കാര്യം ഇന്നിപ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ചു, മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ പോലെ ഇന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചു, കുറേ ആൾക്കാർ അകത്തിരുന്ന് എന്തൊക്കെയോ വർത്തമാനം പറയുന്ന പോലെയൊക്കെ തോന്നുകയാണ്. അനുഭവിച്ചിട്ടുണ്ട്. ഭയങ്കര രസമാണ്. നമുക്ക് ഒരു തരത്തിലും ശ്രദ്ധ കിട്ടുകയില്ല, ഭയങ്കര കൺഫ്യൂഷൻ അതിങ്ങനെ കൂടി ആകുലതയായിട്ട് മാറും. ഒരു കാര്യത്തിൽ അങ്ങ് ഉറച്ചു നിൽക്കാൻ പറ്റില്ല, തീരുമാനങ്ങൾ എടുത്താൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം 100 അഭിപ്രായം ഇപ്പുറത്തേക്കുന്നവരോ പറയുന്നതല്ല, നമ്മുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ തോന്നുകയാണ്, ദൈവമേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആണോ എന്നൊക്കെ ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ പേടിച്ച് വരെ പോകും. ഇങ്ങനെ തലയ്ക്കകത്ത് കിടന്ന് ആരൊക്കെയോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും വിചാരിക്കും പിശാച് പിടിച്ചതാണോ എന്നൊക്കെ വിചാരിക്കും. ഈ മർക്കോസിലയുടെ സുവിശേഷം ആരംഭിക്കുമ്പോഴേ 1-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പിശാച് പിടിച്ച ഒരാളെ, പിശാച് ബാധിതനായ ഒരാളെ ഈ കഫർനാമിൽ വെച്ച് ഈശോ അയാളെ സുഖപ്പെടുത്തുന്ന സമയത്ത് ഇങ്ങനെ അയാൾ പറയുന്നുണ്ട്, എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു. ഒരാളേ ഉള്ളൂ പിശാച് ബാധൻ, ഒരു വ്യക്തിയേ ഉള്ളൂ. പക്ഷേ അയാൾ പറയുന്ന ഇപ്പോഴും ഒരു പ്ലൂറൽ സെൻസിലാണ്, ബഹുവചനത്തിലാണ്. എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന്. ശരിക്കും നമ്മൾ ഒറ്റ വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ തലയ്ക്കകത്ത് കിടന്ന് കുറേ പേര് സംസാരിക്കുന്ന പോലെ നമുക്ക് ചിലപ്പോൾ സമയത്ത് തോന്നാറുണ്ട്. മർക്കോസിലയുടെ സുവിശേഷത്തിൽ തന്നെ ഈ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ ഗരസേനരുടെ നാട്ടിലെത്തിയിട്ട് ഈശോ ഈ കല്ലറയിലൊക്കെ ഒളിച്ചിരുന്ന ഒരു പിശാചുബാധനെ സൗഖ്യപ്പെടുത്തുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, നീ ആരാ, നിൻ്റെ പേരെന്നാന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ തിരിച്ച് പറയുന്നുണ്ട് ലിജിയൻ. മലയാളം ബൈബിളിൽ ഇങ്ങനെ ലെഗിയോൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വേറെ ബറ്റാലിയൻ, ഞങ്ങൾ ഒത്തിരി പേരുണ്ട്, അനേകം പേരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരാളേ ഉള്ളൂ, പക്ഷേ ഇങ്ങനെ ഈ പേഴ്സണാലിറ്റി ഭയങ്കര ഒരു പൈശാചികത പോലെ ഇങ്ങനെ ഒത്തിരി പേര് അകത്ത് കിടക്കാണ്. നമുക്കറിയാം, ഇതിപ്പോൾ നമ്മളെ പിശാച് പിടിച്ചിട്ടില്ലെങ്കിലും, ഒരു പിശാച് ബാധ ഒരു പൊസഷൻ്റെ ഒരു സ്റ്റേജിലൊന്നും നമ്മളിങ്ങനെ വീണ് പോയിട്ടില്ലെങ്കിലും ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട്, ദൈവമേ എൻ്റെ ഉള്ളിൽ എത്ര പേരായിരിക്കണമെന്ന് അല്ലേ. ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ 1000 അഭിപ്രായങ്ങൾ, 1000 ചിന്തകൾ. നമുക്കൊരു സൊല്യൂഷൻ വേണമല്ലോ. സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയല്ല, ഈശോ നമ്മളെ കണ്ടുപിടിക്കുന്നു, നമ്മളെ കാണുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു സൊല്യൂഷൻ. അതൊന്ന് ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കണേ. നമ്മൾ ഈ പ്രശ്നങ്ങൾക്ക് ഇത്രയധികം കാര്യങ്ങൾ തലയിൽ കൂടി ഓടുന്നു, കൺഫ്യൂസ്ഡ് ആണ്, ഒരു കാര്യത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, എന്താണ് സൊല്യൂഷൻ എന്ന് ഓടി നടന്ന് ആലോചിക്കാതെ ഒന്ന് അടങ്ങിയിരുന്നാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, നമ്മൾ സൊല്യൂഷൻ തേടി നടക്കുകയല്ല വേണ്ടത്, നമ്മളെ തേടി നടക്കുന്ന ഈശോയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ചിന്തകളായിരിക്കില്ല. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, ഇന്ന് ഈ ഒരു ദിവസം തന്നെ എന്തോരം കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ഒരുപാട് കൺഫ്യൂഷൻ, വ്യക്തികളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, നമ്മുടെ തലയുടെ നമ്മുടെ ഒരു സമാധാനത്തിൻ്റെ എല്ലാ നെല്ലിപ്പലകയും ചിതറിത്തെറിക്കുന്ന പോലെ ക്ഷമ കെട്ടുപോകുന്ന അവസ്ഥകളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാക്കാം. വാട്ട് ഈസ് എ സൊല്യൂഷൻ? സൊല്യൂഷൻ തേടി നടക്കാതെ നിന്നെ തേടി നടക്കുന്ന ഈശോയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വൺ ആൻഡ് ഓൺലി സൊല്യൂഷൻ. അത് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നത്തിനൊരു പരിഹാരം. ഈ പിന്നെ 2 പേരെ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ, ഈ കഫർനാമിലെ പിശാചുബാധനായാലും ഈ ഗരസേനരുടെ നാട്ടിൽ കണ്ടിട്ടുള്ള ഈ പിശാചുബാധനായാലും, ഇവർ 2 പേരും അനുഭവിച്ച ഒരു സിമിലർ പ്രശ്നമാണ്. തലയ്ക്കകത്ത് കടന്ന ഒരുപാട് ശബ്ദങ്ങൾ, എവിടെ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല, കൺഫ്യൂസ്ഡ് ആണ്, ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഈ പിശാച് പിടിച്ചോന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ തള്ളി മാറ്റുന്ന ഒരു ജീവിതമായിരിക്കും. നമുക്കൊക്കെ ഇത് പല ഫോർമാറ്റിൽ അനുഭവിച്ചിട്ടുണ്ടാകാം. സൊല്യൂഷൻ ഈശോ അവരെ തേടി വന്നു എന്നുള്ളതാണ്. ആൻഡ് ബിലീവ് ദിസ്, എന്നെയും നിങ്ങളെയും തേടി ഇപ്പോൾ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയ, ഒരു സ്വൈര്യമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത, ആകുലപ്പെടുന്ന നമ്മളെ തേടി ഈശോ വരുന്നുണ്ട്. ഈ 2 പേരുടെ അടുത്തേക്ക് ഈശോ ചെന്നു. ഈശോയെ കണ്ടു എന്നുള്ളതാണ്, ഈശോ കണ്ടു എന്നുള്ളതാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ. ലൂക്കാസ് സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ 41-42 വാക്യങ്ങളൊക്കെ ഇങ്ങനെ മർത്തായെ വിളിച്ചിട്ട് ഇങ്ങനെ ഈശോ പറയുന്നില്ലേ, നമ്മളോടൊക്കെ പറയുന്നതാണ്, നീ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടണ്ട, ഇങ്ങോട്ട് വാ, മറിയത്തെ പോലെ എൻ്റെ അടുത്ത് വന്നിരിക്കുക. നമുക്ക് ആകുലപ്പെടണം അല്ലേ, നമ്മുടെ പഠിത്തം, നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ ജോലി, എന്തോരം കാര്യങ്ങളാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ നമ്മളെ ആകുലപ്പെടുത്തി. നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ പോലും അതിനേക്കാൾ അപ്പുറമായിട്ട്, സീരിയസ്നെസ്സിനേക്കാൾ അപ്പുറമായിട്ട് ഇതൊക്കെ നമുക്ക് ടെൻഷൻ കൊണ്ട് തന്നിട്ടുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ചില സിറ്റുവേഷനായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ. ഈശോയുടെ അടുത്തിരിക്കുക, നിന്നെ തേടി വരുന്ന ഈശോയുടെ അടുത്ത്, നിന്നെ അന്വേഷിച്ച് നിനക്കൊരു ഉത്തരവുമായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഈശോയുടെ അടുത്ത് പോയിട്ട് ശാന്തമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഈ ബാധ ഒഴിയാനുള്ള ഏറ്റവും നല്ല കാര്യം.
ഈ ടെൻഷൻ, ഈ കൺഫ്യൂഷൻ, ഈ ആയിരം ചിന്തകൾ തലക്കകത്തോട് ഓടുന്നതൊക്കെ ഒരു സിംഗിൾ പോയിന്റിൽ ചെന്നെത്തണമെങ്കിൽ ആ സിംഗിൾ പോയിന്റ് ഈശോയാണ്. ഈശോയുടെ അടുത്തിരുന്നാലേ സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. കർത്താവ് നിന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതൊക്കെ കാണുന്നുണ്ട് കുഞ്ഞ്. നീ ഇന്ന് സങ്കടപ്പെട്ടതും ഇങ്ങനെ കുറേ ചിന്തകൾ തലക്കൂടെ ഓടി വന്ന് തലക്കിട്ട് 2 ഇടിയൊക്കെ ഇടിച്ചതൊക്കെ ഈശോ കാണുന്നുണ്ട്. ആൻഡ് ഹീ ഈസ് ലുക്കിംഗ് അറ്റ് യു. നിന്നെ സമാധാനപ്പെടുത്താൻ, നിനക്ക് ആശ്വാസം നൽകാൻ വേണ്ടി ഈശോ ഇവിടെ തന്നെയുണ്ട്. ജസ്റ്റ് ഗോ, ഈശോയുടെ അടുത്ത് പോയിരിക്കും. എല്ലാം ശാന്തമാവും. എല്ലാം ഈശോ ശാന്തമാക്കും. ശാന്തമാവുന്നവരെ അവിടുത്തെ സാന്നിധ്യം വിട്ടു പോകരുത്. ഒരു കുഞ്ഞു ഹോംവർക്ക് തരട്ടെ. യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 48-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. നല്ല സുന്ദരമായൊരു കുഞ്ഞു വചനമാണ്. ഒന്നെടുത്ത് വായിക്കണേ. വായിച്ചിട്ട് ഇവിടെ പ്രിയപ്പെട്ടവർക്ക് ആ വചനം ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഒരുപാട് മക്കളിലേക്ക് ആ വചനത്തിൻ്റെ ശക്തി ഒന്ന് അയക്കണം. നിങ്ങൾ അത്ര വലിയ ടെൻഷനിലായിരിക്കില്ല. ചിലപ്പോൾ ഇങ്ങനെ ഒരു ടെൻഷൻ നിങ്ങൾ അതിജീവിച്ചിട്ടുണ്ടാകാം. പറ്റുന്നില്ലാത്ത ഒത്തിരി പേര് നിങ്ങളുടെ സൗഹൃദങ്ങളുണ്ടാകും. നിങ്ങളോട് ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഷെയർ വിത്ത് ദം. അവരോട് ഈ വചനം ഒന്ന് പങ്കുവെച്ച് കൊടുക്കുക. യേശയ്യാ 48:17 കണ്ടുപിടിക്കണം. കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേരെ. ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കൾക്ക് ആ വചനം ഒന്ന് അയച്ചു കൊടുക്കുക. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ശാന്തമായിട്ടിരിക്കുക. ഈശോയുടെ അടുത്ത് നിന്നെ തേടി വരുന്ന ഈശോയുടെ അടുത്തിരിക്കുക എന്നുള്ളതാണ് നിൻ്റെ ഈ ടെൻഷനുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ. ഈശോ എല്ലാം എടുത്തു മാറ്റും. ഈശോ എല്ലാം ശാന്തമാക്കും. ബിക്കോസ് ഹി ലവ്സ് യു. നിന്നെ ഒത്തിരി അധികം സ്നേഹിക്കുന്നു. ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.